ഈ വീഡിയോയിൽ നമ്മൾ ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൽ അറിയാലോ, ഇന്നലെ ഒരു സിവിലിയൻ ലേഡിയെ കൂടി റിലീസ് ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു. പക്ഷേ ഹമാസ് എന്തുകൊണ്ടോ സീസ് ഫയർ വയലേഷൻ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളിൽ വരുന്നത്. ഒന്ന്, ഹമാസ് സ്ട്രാറ്റജിക്കലി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട്, ഹമാസിന് ഈ ഒരു ലേഡിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ കൃത്യമായി വരുന്ന ചില നിഗമനങ്ങൾ. ഇതിനെക്കുറിച്ചുള്ള എക്സ്പേർട്ടുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 4 സോൾജേഴ്സ്, ഒരു സിവിലിയൻ. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വാല്യൂ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ പട്ടാളക്കാരെക്കാളും സിവിലിയൻസിനാണ് വാല്യൂ കൂടുതൽ. കാരണം ഈ സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചുമതലയുള്ളത് പട്ടാളക്കാർക്കാണ്. അപ്പൊ പട്ടാളക്കാരുടെ ലൈഫ് പോയാലും കുഴപ്പമില്ല, സിവിലിയൻസിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ജനങ്ങളുടെ നിലപാട്, ഗവൺമെന്റിന്റെയും നിലപാട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സിവിലിയനെയും ഈ ഷിരി ബിബാസ് അതുപോലെ തന്നെ കിഫർ ഏരിയൽ എന്ന് പറഞ്ഞ 2 കുട്ടികളും കൂടെ ഉണ്ട്. ഇവരെയും കൂടെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത്. അപ്പൊ ഈ സോൾജേഴ്സിനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സിവിലിയൻസിനെ ആദ്യം അയക്കൂ എന്നാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഹമാസ് അപ്പാടെ തെറ്റിച്ചുകൊണ്ട് നിലപാടുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സിവിലിയൻസിനെ വിടാതെ 4 സോൾജേഴ്സിനെ മാത്രമാണ് വിട്ടത്. അപ്പൊ എന്തായാലും വിടുന്നത്രയും വിട്ടോട്ടെ, ജീവനുള്ള ആൾക്കാർ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് പ്രാഥമികമായിട്ട് നിങ്ങൾ വിട്ടോ എന്നാണ് പറഞ്ഞത്. ആരെയും തടയേണ്ട, കാരണം ഇതിനകത്ത് ഇപ്പൊ ആൾക്കാരെ മാറ്റിയിട്ടില്ല. അർബൽ യഹൂദ് എന്ന് പറഞ്ഞ ആ ലേഡിയാണ് സിവിലിയൻ ലേഡി ഇതിന്റെ കൂടെ ഇന്നലെ വിടേണ്ടത്, അവർ വിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ഗാസയിൽ നിന്ന് നോർത്ത് ഗാസയിലേക്ക് പോകുന്ന വഴി അർബൽ യഹൂദിനെ റിലീസ് ചെയ്യുന്നത് വരെ നമ്മൾ തടഞ്ഞു വെക്കും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതൊന്നും അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ശക്തമായിട്ടുള്ള വേറെ നിലപാടുകൾ എടുക്കണം എന്നാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് പ്രഷർ വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇസ്രായേലിന്റെ റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാർ ശക്തമായിട്ട് ഈ ഒരു സൗദി ഭരണകൂടത്തിന് ഗാസയെ ഏൽപ്പിക്കുന്നതിനെ എതിർക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഈ ഒരു റൈറ്റ് വിങ്ങിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഫ്യൂച്ചറിൽ ഒരു തടസ്സമായിട്ട് മാറും സൗദി അറേബ്യ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഈ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റി ഇപ്പം വന്നിരിക്കുന്ന ഒരു സംഘം, അതായത് ഈ ഒരു ട്രംപ് പ്ലസ് അഡ്മിനിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രൂപ്പാണ്. അത് വളരെ വളരെ വ്യക്തമാണ്. കാരണം ട്രംപിന് മാത്രമായിട്ടൊരു ഡിസിഷൻ ഒന്നും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ട്രംപിന്റെ മരുമോൻ തൊട്ട് അവിടെ ഉണ്ട്, ജൂ ആണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹമാസിന് കാര്യം മനസ്സിലാവുന്നില്ല. അവർക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത്. അവരെ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ ഈ തക്ബീറൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവന്മാർക്ക് ശരിക്കും തലയ്ക്കകത്ത് എന്താണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇസ്രായേലിന്റെ കേപ്പബിലിറ്റി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേലിന്റെ കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ നിങ്ങൾ പിന്തുണച്ചോ, ആവോളം പിന്തുണച്ചോ. നേരായ കാര്യങ്ങൾക്ക് നിങ്ങൾ പിന്തുണ നൽകൂ. നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ യഹൂദന്റെ ഹിസ്റ്ററിയും ചരിത്രവും എല്ലാം നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ പുസ്തകങ്ങളിലെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ യഹൂദന്മാരെ കുറിച്ച് തന്നെയാണ്. ഇസ്രായേലിന്റെ പേര് എത്ര വട്ടം എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഹോളി സ്ക്രിപ്ചറിലൊക്കെ ആയിട്ട്? പാലസ്തീന്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അവിടെ കുറച്ച് സംഘം ചേർന്നിട്ട് ഒരാൾക്ക് ഇത്തിരി ശക്തി കിട്ടിയ ഉടനെ ഓടി വന്ന് അവിടെ ചെന്ന് അടിച്ച് പിടിച്ച് എല്ലാം ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ എല്ലാം കാട്ടിക്കൂട്ടി ഓട്ടോമൻ എംപറർമാരൊക്കെ കാണിച്ചു കൂട്ടി അത്തരം കോപ്രായങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ ആ രീതിയിലല്ല നമ്മൾ പോകുന്നത്. സൗദി ഈ ഒരു ഗാസ നെഗോസിയേഷനിൽ നിന്നും മാറ്റി നിർത്തപ്പെടും. അതിൽ വേറെ ഒരു കാര്യമില്ല. കാരണം സൗദി പല ബ്ലണ്ടറുകൾ ചെയ്യുന്നുണ്ട്. ആ ബ്ലണ്ടറുകളിൽ ഒന്ന് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. US ഇന്റലിജൻസ് തന്നെ ഞെട്ടിയിരിക്കുന്ന ഒരു ഏർപ്പാടാണ് സൗദി ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം സൗദി അറേബ്യയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിലാണെന്നുള്ളതാണ്. ആ അമേരിക്കയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ സൗദി അറേബ്യ പ്രവർത്തിച്ചിട്ടുണ്ട്. OCCPRന്റെ റിപ്പോർട്ടാണ് വന്നത്. ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് പ്രോജക്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് സൗദി അറേബ്യ റഷ്യയുടെ കയ്യിൽ നിന്നും ഒരു എയർ ഡിഫൻസ് സിസ്റ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നുമില്ല, 2023 ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെണ്ടക അക്ഷരത്തിൽ എഴുതി അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഇതിനെ എതിർത്ത് സൗദി അറേബ്യയ്ക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. പാൻസർ S1 കാറ്റഗറിയിൽപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റമാണ് വാങ്ങിച്ച് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ കുറെ സാമഗ്രികളും കൂടെ റഷ്യയുടെ സൈഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടായെന്ന് പറഞ്ഞാല്, ഇത് ഇടയ്ക്ക് വെച്ച് ഈ പെട്രോൾ ഡോളറിന്റെ കരാറൊക്കെ തീർന്നിരുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പൊ അതിന് മുമ്പ് തന്നെ ഈ സൗദി അറേബ്യയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ ഇതിനെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഈ ഒരു തർക്കത്തിന്റെ ഇടയിൽ സൗദി അറേബ്യ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ മതി, ഞങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്യാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു തർക്കത്തിന്റെ ഇടയിൽ
സൗദി അറേബ്യ അല്ലേ ഇവരെവിടെ പോവാൻ എന്നുള്ള രീതിയിൽ ഇവർ നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ എന്നുള്ള ഒരു ധാരണയിൽ ബൈഡൻ ഭരണകൂടവും ഇതിനെ കൂടുതൽ അങ്ങ് മുഖവിലേക്ക് എടുത്തില്ല. അപ്പൊ സൗദി അറേബ്യ എന്ത് ചെയ്ത് കുറെ അമേരിക്കൻ ഫോഴ്സിലുള്ള ആൾക്കാർ സൗദി അറേബ്യയിൽ കുറെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവരുടെ ഒരു ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് US നാണം കിടന്ന ഏർപ്പാട് തന്നെയാണ്. കാരണം ഇപ്പൊ സൗദി അറേബ്യ മേടിച്ചിരിക്കുന്നതും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന റഷ്യൻ വെപ്പൺസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ അമേരിക്ക പിന്നെ എവിടെയാണ് മുഖം കൊണ്ട് വെക്കേണ്ടത്? അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇൻസൾട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നീ എന്ത് വേണേലും മേടിച്ചോ, പക്ഷെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടല്ലേ മേടിക്കേണ്ടത്. എന്നാലല്ലേ ഈ ഒരു ഡീലിനൊരു മാന്യത ഉള്ളൂ. ഇങ്ങനെ ഒരു ഹിഡൻ ഗെയിമാണ് സൗദി അറേബ്യ കളിച്ചത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് US അത് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് സോപ്പിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിങ് മുഹമ്മദ് ബിൻ സൽമാൻ $600 ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള മുൻകൂട്ടി അങ്ങ് പ്രഖ്യാപിച്ചത്. ഒരു റീസണും ഇല്ല. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പുള്ളി പറഞ്ഞ അനൗൺസ്മെന്റ് ആണ്. ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിന്റെ പുറകിൽ എന്തോ ഒന്നുണ്ടെന്നുള്ളത്. ഈ സൗദി അറേബ്യ ചെയ്ത ഈ ഒരു ഗുട്ടൻസ് ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും ഇതിനെ ഒന്ന് മൈൻഡ് ചെയ്യാതെ അമേരിക്ക മുന്നോട്ട് നമ്മളെ സൗദി അറേബ്യയെ പഴയതുപോലെ തന്നെ ഒന്ന് റാപ്പോയിൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഡൊണാൾഡ് ട്രംപ് എപ്പോഴും ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ആളാണ്. 600 ബില്യൺ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ട്രംപ് വന്നിട്ട് സംസാരിച്ചിട്ട് പോകും. പക്ഷേ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും സൗദി അറേബ്യക്കെതിരെ നല്ല രീതിയിലുള്ള പ്രഷർ വരുന്നുണ്ട്. നോർമലൈസേഷൻ വേണ്ട എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ ഉള്ളില് നോർമലൈസേഷൻ വേണ്ട, പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഹുഡ് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നോർമലൈസേഷൻ വേണ്ട. കാരണം സൗദി അറേബ്യയുമായിട്ടുള്ള നോർമലൈസേഷൻ ഇസ്രായേലിന് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഈ കോറിഡോർ പദ്ധതിയൊക്കെ സൗദി അറേബ്യ മാത്രം വിചാരിച്ചാൽ നിർത്താൻ പറ്റുന്നതോ അല്ലെങ്കിൽ സൗദി അറേബ്യ മാത്രം വിചാരിച്ചാൽ നടത്താൻ പറ്റുന്നതോ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. അതിന് വേണമെങ്കിൽ വേറെയും ആൾട്ടർനേറ്റ് റൂട്ട്സ് ഒക്കെ കണ്ടെത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ഇസ്രായേൽ എന്തുകൊണ്ടും ഉദ്ദേശിച്ചത് ഈ ഗാസ ഇങ്ങനെ സമാധാനപൂർവ്വം നിലനിന്ന് പോകുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കോറിഡോർ പദ്ധതിയുമായിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് ഈ ഒരു റൂട്ടൊക്കെ നടത്താൻ നല്ലതാണ്. ഒരു അറബ് രാഷ്ട്രം, ഒരു അറബ് സുന്നി മുസ്ലിം ഡോമിനേറ്റഡ് രാജ്യം. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ അവർ ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്? കാരണം ഈ ഒരു മതം ഉത്ഭവിച്ച ഒരു രാജ്യം എന്നുള്ള നിലയിലാണ്. അവരുടെ ഈ മതത്തിന്റെ ഫാക്ടറി മാനുഫാക്ചറിങ് അവിടെയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ബേസ് വെച്ചിട്ടാണ് അവരെ എല്ലാവരും ഒരു സീക്രട്ട് ലാൻഡ് ഉള്ള സ്ഥലം, ആ രീതിയിലാണ് അത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് സുന്നി മുസ്ലിംസിന്റെ ഇടയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് നോർമലൈസേഷൻ ആവുന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട സുന്നി രാജ്യങ്ങളെല്ലാം തന്നെ നോർമലൈസ്ഡ് ആവും. അതാണ് നെതന്യാഹു ഉദ്ദേശിച്ച കാര്യം. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു പൊസിഷനിൽ സൗദി അറേബ്യയെ ഒരിക്കലും ഒരു 2 സ്റ്റേറ്റ് തിയറി അഥവാ പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഗാസൻസിനെ അവിടെ തന്നെ പാലസ്തീനിയൻ പീപ്പിളിനെ ഗാസയ്ക്കുള്ളിൽ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അവരിപ്പോ ഈ സീസ് ഫയർ ഡീൽ സൈൻ ചെയ്തത് ഓരോ ഹമാസ് പിന്തുണയ്ക്കുന്ന ആൾക്കാരും കേട്ടോളൂ. ഈ സീസ് ഫയർ ഡീൽ സൈൻ ചെയ്തത് അവരുടെ അഥവാ ആ ഇസ്രായേൽ സിറ്റിസൺസ് ആയിട്ടുള്ള ഓരോ ആൾക്കാരെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിലുപരിയായിട്ട് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു തരത്തില്ല. ഇത്തവണ നിങ്ങൾ ആലോചിച്ച് വെച്ചോ, ഗാസ കഴിഞ്ഞു, ഇനി ഗാസയ്ക്കുള്ളില് ഇനി പലസ്തീനികൾ താമസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് ഞാനല്ല പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്നലെ രാത്രി പുള്ളി ശനിയാഴ്ച സാറ്റർഡേ ഈവനിങ് പുള്ളി കിങ് അബ്ദുള്ള, ജോർദാനിലുള്ള കിങ് അബ്ദുള്ളയുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ഗാസയിലുള്ള കുറെ ആൾക്കാരെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. കിങ് അബ്ദുള്ള ഓക്കെയും പറഞ്ഞു. ഞാൻ വളരെ വളരെ ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഒരു അറബ് രാഷ്ട്രങ്ങൾ ഈ ഗാസയിൽ കിടക്കുന്ന ചെറിയ ഒരു 20 ലക്ഷം ആൾക്കാരെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ട്രംപ് എങ്ങനെയാണ് ഈ ഒരു ഡീല് ശരിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കൊടുക്കുന്ന പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് അബ്ദുള്ള, ജോർദാന്റെ രാജാവ് അബ്ദുള്ള കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് കൺസേൺ? അതായത് ഇനിയൊരു യുദ്ധം സഹിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല, വെസ്റ്റ് ബാങ്കും താങ്ങില്ല, ജോർദാനും താങ്ങില്ല. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൺസേൺ ഒരു പുതിയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ട്രംപിന്റെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രംപിനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തിലാണ് രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം ഇവമാരെ അവിടെ വിട്ടുകഴിഞ്ഞാൽ ഇവമാരെ നിരന്തരം ഇത് തന്നെയാണ്. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ കൺസേൺ എന്ന് പറഞ്ഞാല് അവിടെ ആര് പൈസ മുടക്കും? ആരും പൈസ മുടക്കാൻ തയ്യാറല്ല. കാരണം ഇന്ന് ഒരു ബില്യൺ കണക്കിൽ ഡോളർ അവിടെ മുടക്കി റീകൺസ്ട്രക്ഷൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ അടിച്ച് പൊട്ടിച്ച് തവിട് പൊടിയാക്കും. അത് ഉറപ്പാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഓരോ ഹമാസും കാണുന്നതല്ലേ ഇത്. അപ്പൊ അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഉത്തരം പറയാൻ. നിങ്ങൾ എത്രത്തോളം വീരവാദം പറഞ്ഞുകൊണ്ട് വന്നാലും അടി നല്ല രീതിയിൽ മേടിച്ചു കൂട്ടുന്നുണ്ടേ. ഓരോ തവണ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസിന് കയ്യും കണക്കൂല എന്നുള്ളതാണ്.
അപ്പൊ ആ രീതിയിൽ ഇരുന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ പടക്കം പൊട്ടിച്ചോണ്ട് നടക്കാം, ഞങ്ങൾ വിജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ എഫക്റ്റീവായിട്ട് ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ ഓരോ ഹമാസ് സപ്പോർട്ടേഴ്സും അവരെ സ്വപ്നലോകത്ത് നിന്ന് പുറത്തോട്ട് വരുമ്പോൾ മാത്രമേ റിയാലിറ്റി മനസ്സിലാവുള്ളൂ. റിയാലിറ്റി ഇതാണ്. ബാക്കി വരുന്ന ഗസയിലുള്ള പാലസ്തീനികളെ എല്ലാം കൂടെ കെട്ടിപ്പറക്കിക്കൊണ്ട് ഈജിപ്തിലേക്ക് വിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൺഡേ ഇന്ന് വൈകുന്നേരം ഡൊണാൾഡ് ട്രംപ് അബ്ദൽ ഫത്ത അൽ സിസിയുമായിട്ട് സംസാരിച്ചിട്ട് ജോർദാനിലെ കിങ് അബ്ദുള്ളയുമായിട്ട് സംസാരിച്ചിട്ട് കുറെ ആൾക്കാരെ, പകുതി ആൾക്കാരെ ഈജിപ്റ്റ് എടുക്കുക, പകുതി ആൾക്കാരെ ജോർദാൻ എടുക്കുക. ഇതാണ് സംഭവം. ഇനിയിപ്പോ ഈ വിഷയം ഇപ്പൊ വളരെ ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിൽ തീരുമാനം എടുക്കേണ്ട വേറൊരു വ്യക്തിയുണ്ട്. അയാളെ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അവർ ഹിഡനാണെന്ന് പറഞ്ഞാൽ അറിയാലോ, MB ഐഡിയോളജിയുടെ ആൾക്കാർ. അവർ തീരുമാനിക്കും ഈ കാര്യങ്ങൾ. ഇനിയിപ്പോ അവരുടെ അടുത്ത് ചോദിക്കണമല്ലോ, കാരണം ഇവന്മാരെല്ലാം അവരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. പുറമേ ഭയങ്കരമായിട്ട് കാണിക്കും, ഞങ്ങൾക്കും അതിനും യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല, ഇങ്ങനെ പല രീതിയിലുള്ള പടം ഇറക്കുമാര്. പക്ഷേ മൊത്തത്തിൽ തീവ്രവാദികളാണ്. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റൂ. ഇനി നോക്കിക്കോ, ഇപ്പൊ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ തീരുമാനങ്ങൾ എത്ര ശരിയാണെന്നുള്ളത് പലവട്ടം ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടതാണ്. അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ വരുന്നത്. എവിടെയാണ്? അൽ ജസീറ ചാനല് സിൻവാറിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി വെളിയിലിട്ടിട്ടുണ്ട്. അതായത് അയാൾ എന്തോ വലിയ മഹാനാണെന്നും അയാൾ ഭയങ്കരമായിട്ട് പൊരുതി വന്ന ആളാണെന്നും, അതായത് നമ്മുടെ നാട്ടിലൊരു ചാനൽ ഉണ്ടല്ലോ, അതിന്റെ തന്നെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാക്കി എടുത്തിട്ടിരിക്കുകയാണ്. അയാളെ കാണുമ്പോൾ തന്നെ ആ ഒരു ഡോക്യുമെന്ററി കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത്, ഞാൻ വേണമെങ്കിൽ ഇമേജ് ജസ്റ്റ് ഒന്ന് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോ. ലോർഡ് ഓഫ് ദി റിംഗ്സിലെ അതേ വേഷം, ഗൻഡോൾഫ്, ആ ഒരു സെയിം ഇമേജ് ആണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു ഡോക്യുമെന്ററി എടുത്ത് വലുതായിട്ട് പെരുപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, October 7 ഇസ്രായേലിൽ നടത്തിയ ആ ഒരു കൂട്ടക്കൊലയെ ഗ്ലോറിഫൈ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവന്മാര് ഏത് മെന്റാലിറ്റിയോട് കൂടിയാണ് ഈ യുദ്ധ സമയത്ത് മൊത്തം ഇവന്മാര് ഞങ്ങളെ അവിടെ ഗാസയ്ക്കുള്ളിൽ കയറ്റുന്നില്ല, ഞങ്ങള് തീവ്രവാദികളല്ല, ഞങ്ങൾ അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ്, എന്തുമാത്രം ഉടായ്പാണെന്നോ. ഇത്രയും ഉടായ്പകൾ കാണിച്ചുകൊണ്ട് ഇവന്മാർ വർഷക്കണക്കിന് ഇവന്മാരാണ് യഥാർത്ഥ തീവ്രവാദികൾ. ആ രീതിയിലാണ് ഇവർ പേരും. ഇതുകൊണ്ടാണ് ഇസ്രായേൽ ഇവരെ ഓട്ടിച്ചിട്ടടിച്ചത്. നമുക്ക് പണ്ടേ അറിയാം, ഇസ്രായേൽ കൃത്യമായിട്ടുള്ള ഡേറ്റാസിന്റെ ബേസിസിലാണ് ഇവന്മാരെ അടിച്ചു ഓട്ടിക്കുന്നത് എന്നുള്ളത്. ഇത് ഇപ്പോഴെങ്കിലും പൊതുസമൂഹം മനസ്സിലാക്കണം. പൊതുസമൂഹം, അതായത് ഈ വെളിയിൽ നിന്നും ഈ സോ കോൾഡ് ഞങ്ങൾ ICJ, ഞങ്ങൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഞങ്ങൾ യുണൈറ്റഡ് നേഷൻസ്, ഞങ്ങൾ UNRWA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്ന കുറച്ച് സംഘടനകളുണ്ടല്ലോ, യുവമാരൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊക്കെ നുഴഞ്ഞു കയറിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, ഇവന്മാരെല്ലാം പിടിച്ച് പുറത്താക്കണം. എന്നാൽ മാത്രമേ ഈ ലോകത്തിന് തന്നെ ഒരു സമാധാനം കിട്ടുള്ളൂ. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ട്രംപ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് വളരെ വളരെ അപ്രീഷിയേറ്റഡ് ആണ്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വൈസ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നടന്നു കഴിഞ്ഞാൽ സക്സസ് ആണ്, സക്സസ്. പക്ഷെ യുവമാർ പോകുമെന്നുള്ളതിലാണ് എനിക്ക് ഡൗട്ട്. കാരണം എന്താ പറയുമ്പോൾ, യുവമാർക്ക് ഞാൻ എപ്പോഴും ഈ ഗാസ വാർ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഐഡിയോളജിക്കൽ ടേം ആണ്. ഇതിനൊരു ഐഡിയോളജിക്കൽ പശ്ചാത്തലമുണ്ട്. ഐഡിയോളജിക്കൽ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗസ എന്ന് പറഞ്ഞ സ്ഥലം യുവമാര് ശരിക്കും പറഞ്ഞാൽ ഈ ഹമാസ് ഉദ്ദേശിച്ചിരിക്കുന്ന പറഞ്ഞാൽ അവിടെ നിരന്തരം നിന്ന് ഈ യഹൂദിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ അവിടുത്തെ സിവിലിയൻസിനെയൊക്കെ എടുത്ത് ജോർദാനിലും ഈജിപ്തിലും ഇട്ട് കഴിഞ്ഞാൽ യുവമാർ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ യുവമാരുടെ മുഖമുടി അഴിഞ്ഞു വീഴും. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഇത് എഫക്റ്റീവായിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ട്രംപ് തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രൊമോഷനുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഈ ഗസയിലുള്ള ആൾക്കാരെ മൊത്തത്തിൽ 2 സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളത്, ജോർദാൻ, ഈജിപ്റ്റ്. ഇത് മാത്രം നടന്നു കഴിഞ്ഞാൽ കാര്യം 100% സക്സസ് ആവും. അടുത്ത ട്രംപ് ചെയ്തൊരു കാര്യം, ഉക്രൈൻ റഷ്യ വാർ, അത് ഏകദേശം ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഈ ഒരു എയ്ഡ് ക്യാൻസൽ ചെയ്തല്ലോ. എയ്ഡ് ക്യാൻസൽ ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ദുഃഖിതനായ ഒരാൾ എന്ന് പറഞ്ഞാൽ അത് സെലൻസ്കിയാണ്. റഷ്യ ഓൾറെഡി പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം അവരുടെ പാർലമെന്റിൽ തന്നെ അവർ ലോ പാസ്സാക്കിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. റഷ്യയെ നമ്മൾ ഇതിനകത്ത് സമ്മതിക്കണം. കാരണം അമേരിക്കയുടെ ഇത്രമാത്രം പ്രഷറും ഇത്രയും സാങ്ഷൻസും കൊണ്ട് റഷ്യ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. എന്തിനു ഭേദം സ്വിഫ്റ്റ് ട്രാൻസാക്ഷൻ വരെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരു സാധനം വിൽക്കാനോ വാങ്ങാനോ പറ്റാത്ത അവസ്ഥയിൽ റഷ്യയെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ചപ്പോഴത്തേക്കും റഷ്യ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നിന്ന് ഇതുവരെ എത്തിയത് തന്നെ വലിയ കാര്യമാണ്. ഏതാണ്ട് 3 വർഷമായില്ലേ. അത് തന്നെ വളരെ അപ്രീഷിയേറ്റഡ് ആണ്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. പിന്നെയും ഈ ഒരു വാർ ഏത് രീതിയിൽ പോയെങ്കിൽ തന്നെയും ഈ റഷ്യക്ക് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അതിന് വളരെ കൃത്യമായ രീതിയിൽ ട്രംപ് ഒരു താക്കീത് എന്നുള്ള നിലയിൽ പുടിനെ ഒന്ന് ബാൻ ചെയ്യുന്ന പോലെ സംസാരിച്ചെങ്കിലും പുടിൻ അതിനെ വളരെ സ്പോർട്ടീവായിട്ട് എടുത്തുകൊണ്ട് വളരെ ടൈം എടുത്ത് ആലോചിച്ച് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് പുടിൻ കൊടുത്തത്. ട്രംപ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അതായത് ഇതിന് ഈ ബൈഡൻ ഗവൺമെന്റിനെ ഒന്ന് താങ്ങുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രംപിന്റെ അടുത്ത് നിന്ന് ഈ ഒരു ഭരണം കഴിഞ്ഞ തവണ തട്ടിയെടുക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ യുദ്ധം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്.
അപ്പൊ അത് ട്രംപിനെ ഒന്ന് ഹാപ്പി ആക്കുകയും ചെയ്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത്. എന്നിട്ട് പുള്ളി പറഞ്ഞത് ശരിക്കും പറഞ്ഞ നെഗോസിയേഷന് ഈ സെലൻസ്കി വേണ്ടെന്നാണ്. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. ഇപ്പൊ യുദ്ധം ചെയ്ത നാട് ഉക്രൈനും റഷ്യയും, നെഗോഷിയേഷൻ നടക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലാണ്. സെലൻസ്കിയും പുടിനും തമ്മിൽ ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ലെന്നാണ് പുടിൻ പറയുന്നത്. സെലൻസ്കിയെ ശരിക്കും പറഞ്ഞാൽ എടുത്ത് ഒരു മൂലയിൽ ഒതുക്കിയ ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തായാലും ട്രംപ് ഇപ്പൊ എയ്ഡ് കട്ട് ചെയ്ത് ഇനിയിപ്പോ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സെലൻസ്കി ഇങ്ങനെ, ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് പേരക്കുട്ടിയെ കാണുമ്പോഴത്തേക്കും ഈ മുത്തശ്ശന്മാർ പൈസ കൊടുക്കുന്ന കണക്ക് വരുമ്പോ ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ATM ആയത്, ആ രീതിയിലൊക്കെ ട്രോളുകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വന്നിരിക്കുന്നത്, ഇത് റിമാർക്കബിൾ ചേഞ്ച് ആണ്. ഈ ഒരു വിഷയം, ഈ ഒരു എയ്ഡ് നിർത്തിയത്, ഉക്രൈൻ എയ്ഡ് നിർത്തിയത്, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കുറച്ച് ഇടയുന്നുണ്ട് ട്രംപുമായിട്ട്. കാരണം വേറെ ഒന്നുമില്ല, മറ്റേ സംഭവം ഗ്രീൻലാൻഡ് തന്നെ. അപ്പൊ അതില് ഡെൻമാർക്ക് പ്രതിനിധി F വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രംപിനെ വല്ലാത്ത രീതിയിൽ, മോശപ്പെട്ട രീതിയിലാണ് അവിടെ സംസാരിച്ചത്. അതിനപ്പം തന്നെ ആ ഒരു ചെയർപേഴ്സൺ അതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇത് ഗ്ലോബലി തന്നെ നോട്ടിസബിൾ ആണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അവരുടെ ഉള്ളിൽ ഒരു വർഗബോധം, അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഏതാണ്ട് 800 വർഷങ്ങളായിട്ട് ഈ ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ ചെറിയതായിട്ടൊന്ന് ഇടഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സിറ്റുവേഷൻസ് അത്ര ബെറ്റർ അല്ല. സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിന്റെ ഒരു കീ പ്ലെയർ എന്നുള്ള നിലയിൽ നിന്ന് ചെറിയൊരു മാറ്റത്തിന് വിധേയമാകുകയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇറാന് ഒരു ബാലൻസ്ഡ് റോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നില്ല എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ബാലൻസ് മെത്തേഡിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത് വെച്ചിട്ട് സൗദിയെ എങ്ങനെയും ഒന്ന് പെട്രോൾ ടോളർ, ഇനി ആകെയുള്ള സൗദിക്കുള്ള ഒരു കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീൻ ഇതൊക്കെ കൈവിട്ട് പോയി, പാലസ്തീന്റെ നാടകം പൊളിഞ്ഞ്. സൗദിക്ക് ഇനി പാലസ്തീന്റെ ഉള്ളിൽ റോളൊന്നുമില്ല. അവർ ഈ മിഡിൽ ഈസ്റ്റിലെ സംഘടന കൂടുമ്പോൾ വിളിക്കും, സംസാരിക്കും. ഈ ഗസയിലുള്ള ഈ ഒരു ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നവരെ സൗദിയെ ഒന്ന് ബാലൻസ് ചെയ്തൊക്കെ നിർത്തും. അതിനുശേഷം ആകെയുള്ള ഒരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡോളറാണ്. അവരുടെ ഡിഫൻസ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് റഷ്യയെ ആശ്രയിക്കുക, അതേപോലെ തന്നെ ഗ്ലോബലി തന്നെ കുറച്ചുകൂടെ ഡിപ്ലോമസി, ഒരു വൈബ്രന്റ് ഡിപ്ലോമസി ആയിട്ട് മാറ്റിയിട്ട് അവരുടെ മോണോപോളി തന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് സൗദി അറേബ്യ ഇപ്പൊ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ ടോട്ടലി ഔട്ട് ഫ്രം ഗാസ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. സൗദി അറേബ്യയുമായിട്ട് ഇസ്രായേലിന് നോർമലൈസേഷൻ വേണ്ട. അതായത് പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് സൗദി അറേബ്യയുമായിട്ട് മുസ്ലിം ലോകവുമായിട്ട് ഒരു നോർമലൈസേഷൻ വേണ്ട എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.